ഹലോ, എൻ്റെ ഇന്നത്തെ ഒരു വ്ളോഗിന് ചെറിയൊരു പ്രത്യേകത ഉണ്ടാവുക. ഇന്ന് ഒരു മംഗലത്തിൻ്റെ വ്ളോഗാണ്. നമ്മളിപ്പോൾ എല്ലാവരും പോകുന്നുള്ളത് വയനാട്ടിലേക്ക്. വയനാട് ആര്യപ്പള്ളി എന്ന് വിചാരിച്ചാൽ എൻ്റെ ഉപ്പാൻ്റെ പെങ്ങളെ പോലെയാണ് വയനാട്. അപ്പോൾ ഈ കാണുന്നതാണ് പെങ്ങളെ മോനും പിന്നെ മരിയോളും. അപ്പോൾ മംഗലത്തിന് മുമ്പേ എന്താ പെണ്ണ് ചെക്കൻ്റെ പുരയിൽ നിന്ന് നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടാവും. എന്ത് സംഭവിച്ചാൽ കഴിഞ്ഞ സാറ്റർഡേ കാസർഗോഡ് പെണ്ണിൻ്റെ പുരയാണ് കേട്ടോ. അപ്പോൾ ഓരോ പുരയിൽ കഴിഞ്ഞ സാറ്റർഡേ മംഗലം കഴിഞ്ഞ്, അപ്പോൾ 2 days കഴിഞ്ഞിട്ടാണ് വയനാട് മംഗലം. അപ്പോൾ പെണ്ണ് മംഗലം കഴിഞ്ഞിട്ട് നേരെ വയനാട്ടിലേക്ക് വന്നിന്. അപ്പോൾ കാസർഗോഡിലുള്ള എല്ലാ ഫാമിലീസും മംഗലത്തിൻ്റെ ഒരു ദിവസം മുമ്പ്, അതായത് ഈ വീഡിയോയിൽ കാണുന്ന ദിവസം മൊയിലാഞ്ചി മംഗലത്തിൻ്റെ ഒരു ദിവസം മുമ്പ് നമ്മളെല്ലാവരും വയനാട്ടിലേക്ക് എത്തിനാവാ. അപ്പോൾ കുഞ്ഞാൻ്റെ ഹൗസ് വാമിങ്ങും മംഗലും എല്ലാം ഒരുമിച്ച് തന്നെ ഒരേ ദിവസമാണ്. അപ്പോൾ ഇതെല്ലാം നമ്മളെ ഫാമിലി കേട്ടോ. ഇനി എല്ലാവരും വരുന്ന ഇനി കുറച്ച് ആൾ വരാണ്ട് അതെല്ലാം രാവിലെ വരുള്ളൂ കേട്ടോ. അങ്ങനെ ഇതാ രാത്രിയിലത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ഇരുന്നിട്ടുണ്ട്. കുറേ ആൾക്കാർ തിന്നിട്ടില്ലായി. അപ്പോൾ രാത്രി എന്ന് വെച്ചാൽ നല്ല നെയ്ച്ചോറുണ്ട്, ബീഫ് കറിയുണ്ട്, അച്ചാറും ഉണ്ടാവാം. അപ്പോൾ രാവിലെ നമുക്ക് നല്ല അടിപൊളിയിൽ വയ്ക്കാം. അപ്പോൾ പിന്നെ രാത്രി വലിയ ഹെവി ആയിട്ട് വേണ്ടാലോ. അപ്പോൾ എല്ലാവർക്കും കാസർഗോഡ് ആൾക്ക് എന്തായാലും ഇഷ്ടം എന്ന് വെച്ചാൽ നമ്മളെ ഇറച്ചിക്കറിയും നെയ്ച്ചോറല്ലേ. അപ്പോൾ ചെക്കനോളും വേറെ തന്നെ ഇരുന്നിട്ട് നല്ല പാൽ തോന്നുന്നുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ നല്ല പാൽ ഡിസ്റ്റർബ് ആക്കുന്നുണ്ട് വീഡിയോ എടുത്തിട്ട്. അങ്ങനെ പാട്ട് പാടുന്ന ഒരുക്കത്തിലാണ്. ഇതെല്ലാം ഞങ്ങളെ മാമാമാരാണ്. മൊയിലാഞ്ചി വെക്കുന്നത് ഒരു കുഞ്ഞിട്ട് മാത്രം, കുഞ്ഞിന്റെ ഉമ്മല്ല. നമ്മൾ സ്റ്റേ ആക്കിയത് ഈ ഒരു റൂമിൽ കേട്ടാ. എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഓപ്പോസിറ്റുള്ള റോഡിലാണ് ഈ മംഗലത്തിൻ്റെ പുര. പക്ഷെ മംഗലം ഇന്ന് രാവിലെ ഓഡിറ്റോറിയത്തിലാണ്, ആ കാണുന്ന റോഡിലാണ് എൻ്റെ ഉപ്പാൻ്റെ പെങ്ങളെ പുരക്ക് പോകേണ്ടത്. അതുകൊണ്ട് ഈ ഒരു റൂം എടുത്ത് ഇവർ രാവിലെ തന്നെ കയ്യാനും പിടിച്ചിട്ട് നമ്മൾ പോകുന്നത് ഈ ഷോപ്പിലേക്കാണ്. എന്താ വെച്ചാൽ സോപ്പും പേസ്റ്റും കൊണ്ടുവരാൻ മറന്നുപോയി. അങ്ങനെ വാങ്ങിക്കാലിട്ട് പോകുന്നു. നല്ല അടിപൊളി തണുപ്പുണ്ടാവാ. അപ്പോൾ ഇവിടെ ഷോപ്പിൽ കയറിയിട്ട് ഇത്രയും കാണുന്ന സാധനം വാങ്ങിച്ച്. അപ്പോൾ ഇതിൽ പ്ലാൻ ഇല്ലാത്ത 2 സാധനം കൂടി എൻ്റെ കയ്യിലുണ്ടാവുക. ഫ്രൂട്ടി. അത് കഴിഞ്ഞിട്ട് ഞാനൊരു ഹോട്ടലിലേക്ക് വന്നു രാവിലെ. അതായത് ഉമ്മാനോർക്ക് റൂമിലേക്ക് അപ്പം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാൻ ATM വന്നതാണ്. അത് കഴിഞ്ഞിട്ട് ഇവിടെ തന്നെ ഒരു ഹോട്ടലുണ്ടായി, നാട്ടിലേക്ക് വന്നു. ഇത് ഇന്നലെ വെച്ച മൊയിലാഞ്ചി നല്ല അടിപൊളി റെഡ് ആയിട്ടുണ്ട്. ഞമ്മ അങ്ങനെ പുരയെല്ലാം പൂട്ടിയിട്ടായിട്ട് നേരെ ഓഡിറ്റോറിയത്തിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഓഡിറ്റോറിയത്തിലാണ് മംഗലം. ബാക്കി എല്ലാവരും പോയി. ഞങ്ങൾ ലാസ്റ്റ് ഇത്ര ആൾക്കാരുണ്ട്. അപ്പോൾ ഞങ്ങളെ കൂട്ടാൻ വണ്ടിയിൽ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നേരെ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ആൾക്കാർ ഇപ്പോൾ വണ്ടിയിൽ കയറി. ഇത് കാണാതെ എൻ്റെ മൂത്താനും മോനാണ് കേട്ടോ. അപ്പോൾ മൂത്താനും മോൻ്റെ വണ്ടിയിലാണ് നമ്മളിപ്പോൾ മംഗലത്തിൻ്റെ ഹാളിലേക്ക് പോകുന്നുള്ളത്. അത് എവിടെയെന്ന് വെച്ചാൽ മീനങ്ങാടിയിൽ. അപ്പോൾ കുഞ്ഞാൻ്റെ പോരുന്ന ഒരു 10-15 മിനിറ്റ് മാത്രമേ മീനങ്ങാടിക്കുള്ളാവുക. അപ്പോൾ നല്ല അടിപൊളി വെതറുണ്ട്, നല്ല തണുപ്പെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പെണ്ണിൻ്റെ പുരയിന്ന്, അതായത് കുറച്ച് ലോങ്ങാണ്, ജാൽസൂറാണ് പെണ്ണിൻ്റെ പുര. അപ്പോൾ ആടുന്ന് കുറച്ച് ആൾക്കാർ ബസ്സിൽ വരാനുണ്ട്. അപ്പോൾ നമ്മൾ കാസർഗോഡ് ആൾക്കാരെല്ലാം അപ്പോഴത്തേക്ക് ഫുഡെല്ലാം കഴിച്ചിട്ടായിന്. ഇനി ഓരോ വെയിറ്റ് ആക്കാനും നമുക്ക് ഉണ്ട് കേട്ടോ. കാരണം ഓർക്കായിട്ടുള്ള വേറെ ഫുഡും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഫുഡെല്ലാം നമ്മൾ കഴിച്ചിട്ടായി. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ എൻ്റർ ആകുമ്പോൾ ഈ ഒരു ഫ്ലെക്സ് ബോർഡ് നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഹാളിൻ്റെ ഉള്ളിലേക്ക് കയറാം. അപ്പോൾ നമുക്ക് ആ സ്റ്റേജ് ഡെക്കറേഷൻ ചെയ്ത് നല്ല അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുക. അപ്പോൾ ഈ ചെയറിൽ ആരും ഇല്ലാലോ എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ എല്ലാം പുറത്ത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടാവുക. കാരണം ടൈം എന്ന് വെച്ചാൽ 2:30 മണി അങ്ങനെ ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ ചെക്കനും പെണ്ണും രാവിലത്തെ, അതായത് നെക്സ്റ്റ് ഡേ മോർണിംഗ് ഒരേ ഡ്രസ്സാണ് കേട്ടോ. ഇത് കാണുന്നത് നല്ല അടിപൊളിയായിട്ടില്ലേ. അപ്പോൾ ഇതെല്ലാം എൻ്റെ കസിൻസാണ്, അതായത് ഉപ്പാൻ്റെ പെങ്ങളുടെ മോളും എല്ലാവരും ഉണ്ട്. അപ്പോൾ ഈ കാണുന്ന ബാസിലെയാണ് എനിക്ക് മൊയിലാഞ്ചി വെച്ചുന്നത്. അപ്പോൾ കയ്യിലുള്ളത് എൻ്റെ ഇച്ചാൻ്റെ കുഞ്ഞി ഓസിൽ കേട്ടോ. എന്താണ് പറയാനുള്ളത്? മംഗലേറ്റ് എങ്ങനെയുണ്ട് ലൈഫ്? മംഗലേറ്റ് എങ്ങനെയുണ്ട് ലൈഫ്? അതന്നെ, അങ്ങനെ വിചാരിക്കരുത്. ഇത്ര ആളേ ഉള്ളൂ. ഇതാണ് എൻ്റെ ഉപ്പാൻ്റെ പെങ്ങോ, അതായത് ഞങ്ങളെ കുഞ്ഞ. അപ്പോൾ ഒരു ഫോട്ടോസ് എടുക്കുന്നതും വീഡിയോസ് എല്ലാം എടുക്കുന്നതിൻ്റെ ഇടയിൽ ആക്ടിങ് ആയിട്ട് കുറേ മുണ്ടെന്നെല്ലാം ഉണ്ടാവുക. ഇനി നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കാം. എല്ലാവരും തിന്നിട്ടായിനാവുക. ഇനി ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഫുഡിന് വെയിറ്റ് ആക്കുന്നതിൻ്റെ ഇടയിൽ ഞാനും കഴിയാനും കൂടിയിട്ട് ഒരു സെൽഫി വീഡിയോ എല്ലാം എടുത്തിനാവാ.
പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചെങ്കിൽ നമ്മളെ കാസർഗോഡ് ഇല്ലാത്ത കാര്യമാണ് കേട്ടോ നമുക്ക് വയനാടും തൃശ്ശൂരെല്ലാം പോയിട്ടാകുമ്പോൾ കണ്ടത്. അതായത് ഇവിടെ ആണുങ്ങളും പെണ്ണുങ്ങളും മിക്സ് ആയിട്ടാണ് ഫുഡ് കഴിക്കാനിരിക്കലാവ. ഇടയിൽ കുറച്ച് ഫാമിലീസിനെല്ലാം ക്യാമറയിൽ ആഡ് ആക്കിയിട്ട് അതെല്ലാം കഴിഞ്ഞിട്ട് അപ്പുറത്ത് പാട്ടെല്ലാം പാടാൻ കുറച്ച് ആൾക്കാർ ഇരുന്നിട്ടുണ്ടാവുക. സ്റ്റേജിൽ പെണ്ണും ചെക്കനും മാത്രം പയിച്ചിട്ടിരിക്കുന്നുണ്ട് പാവം. അപ്പോൾ അപ്പുറത്തുള്ള ആ ടീമിലെല്ലാം എൻ്റെ മൂത്താൻ്റെ മക്കൾസാണ് കേട്ടോ. ഓരെല്ലാം നല്ല സിംഗറാണ്. അപ്പോൾ ഒരു പാട്ട് പാടാൻ വേണ്ടിയിട്ടാണ് അവിടെ ഇരുന്നിട്ടുള്ളത്. ഞാൻ കയ്യാനും എൻ്റെ മടിയിൽ ഉറങ്ങുന്നുണ്ട്. ഞാൻ ഇപ്പുറത്തെ സീറ്റിൽ വന്നിട്ട് ഇരുന്നിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് ഫാമിലീൻ്റെ അടിപൊളി വീഡിയോ എടുക്കാൻ പ്ലാൻ. അങ്ങനെ മംഗലത്തിൻ്റെ തിരക്കെല്ലാം കഴിഞ്ഞ് കയ്യാനും കുഞ്ഞും പാഞ്ഞു കളിക്കുന്നുണ്ട്. വീഡിയോയിൽ കിട്ടി. അതിനിടയിൽ രണ്ടെണ്ണം ഇവിടെ കളിക്കുന്നുണ്ട്. ഈ കാണുന്നതിൽ നമ്മളെ കാസർഗോഡ് നിന്ന് വന്ന അതായത് എൻ്റെ കുഞ്ഞാൻ്റെ മോൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ. നമ്മളെ നാട്ടിലത്തെ പിള്ളാണ് ശമനാട്ടെ. അപ്പോൾ ഒരു ഇവിടെ കുറച്ച് പരിപാടിയെല്ലാം ഏർപ്പാടാക്കിയിട്ടുണ്ട് കേട്ടോ. പൊട്ടിക്കാനും പിന്നെ കുറേ എന്തെന്നൊന്നും അറിയില്ല. പക്ഷേ അതെല്ലാം നടന്നത് എപ്പോഴെന്ന് വെച്ചാൽ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയതിന് ശേഷം, അതായത് ഞാൻ എൻ്റെ കുഞ്ഞിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കയറിയതിന് ശേഷമാണ് അതെല്ലാം നടന്നപ്പോഴത്തേക്ക് ഞാൻ എന്താക്കി വെച്ചാൽ ഫോണ് ഇച്ചാൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ഇച്ചാണ് ഫുള്ള് വീഡിയോ എടുത്തത്. അങ്ങനെ ടൈം ഒരു 4:30 കാസർഗോഡ്, അതായത് പെണ്ണിൻ്റെ പൊരിക്കാറെല്ലാം വന്നത്. ഓരോ ബസ്സിന് എന്തോ പ്രശ്നമായിട്ടാണ് ഓരോ വരാൻ വേണ്ടി ഡിലേ ആയതാവ. ചോറ് വയ്ക്കുന്നത് എന്താ ചോറില് അല്ല ആള് കാട്ടി കാണുന്ന പോലെയല്ല ഗൈസ്. അങ്ങനെ നമ്മളെ മംഗലം കഴിഞ്ഞ് കോടി പാറി. അങ്ങനെ മംഗലത്തിൻ്റെ ഹാളിൽ നിന്ന് എല്ലാവരും കുഞ്ഞാൻ്റെ പൊരുക്കെത്തിയാവ. എന്നിട്ട് കട്ടൻ ചായയിൽ കുടിക്കുന്ന പ്ലാന്. അപ്പോൾ ഈ കാണുന്നതെല്ലാം പെണ്ണിൻ്റെ പൊരുക്കാറ്, അതായത് കുഞ്ഞാൻ്റെ പൊരുക്ക് വന്നത്, അതായത് ഓഡിറ്റോറിയത്തിലല്ല മംഗലുണ്ടായത്. അപ്പോൾ അവിടെ ഇരുന്നിട്ടുള്ളത് പെണ്ണിൻ്റെ ഉമ്മാണ്. അപ്പോൾ ഓളെ പൊരുക്കാരെല്ലാം പോകുമ്പോൾ പാവം കരയുന്ന ഒരു സീനാണ് കേട്ടോ ഇത്. നമ്മൾ പെണ്ണ് പിള്ളേർക്ക് മാത്രമേ ഈ ഒരു സീന് സത്യം പറഞ്ഞാൽ നമുക്കേ അറിയുള്ളൂ എത്ര ബേജാറാവുന്നു. കാരണം കണ്ടിന് നിൽക്കുന്ന ആക്കിന് അത്രയ്ക്കും ബേജാറാണ്. അപ്പോൾ ഓളെ ഉപ്പ പോകുമ്പോൾ ഓളെ അവിടെ നിന്നിട്ട് കരയുന്നുള്ള ഒരു രംഗമാണ്. അപ്പോഴത്തേക്ക് പിള്ളേരെല്ലാം അവിടെ ഡാൻസ് കളിക്കുന്ന നല്ല തിരക്കിലും. പിള്ളേർക്ക് എന്താണ് പിള്ളേർക്ക് ഡാൻസ് കളിക്കാൻ മാത്രമല്ല അറിയുള്ളൂ. ഇതാണ് അപ്പോൾ നമ്മളെ കുളിസുമ്പി ചൊപ്പിട്ടി. അപ്പോൾ ഓളെ മംഗലം ഇൻഷാല്ലാ ഇനി നെക്സ്റ്റ് ഇയർ ഉണ്ടാവും, അല്ല ഈ കൊല്ലം തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇനി ആ ഒരു വീഡിയോ കൂടി നിങ്ങൾക്ക് വരാനുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഇഷ്ടം പോലെ കിട്ടുന്നൊരു സാധനമാണ് കേട്ടോ ഈ പപ്പ് ന്യൂസ്. അപ്പോൾ അതെല്ലാം കട്ടാക്കിയിട്ട് തിന്നുന്നൊരു അംഗമാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇത് ഇപ്പോൾ നമ്മളെ കാസർഗോഡ് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ പക്ഷേ മെയിൻറ്റൊന്നും തിന്നില്ല. ഇങ്ങനെ എപ്പോഴെങ്കിലും ഓരോന്നെല്ലാം കിട്ടുമ്പോഴത്തേക്ക് എന്തും വള്ളം കാണാത്ത കളിയാണ് നമ്മൾ എല്ലാവരും കളിക്കുന്നത്. മെയിനായിട്ട് റിമുട്ടി. അതിൻ്റെ ഇടയിൽ പിന്നെ ഞങ്ങൾക്കും ഒരു പീസിൽ കിട്ടി. പിന്നെ ഞാനും അത് തിന്നാൻ വേണ്ടി കഴിഞ്ഞു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് രാത്രി ഒരു 1:30 മണിയാകുമ്പോൾ നമ്മൾ എല്ലാ ഫാമിലീസും എത്തിയിട്ട് ചായ കുടിക്കാൻ വേണ്ടി പുറത്ത് വന്നവ. സെയിം ഡേ ഉണ്ടാവുക. ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു. പക്ഷേ നല്ല അടിപൊളി ഉണ്ടായിരുന്നു ആ ഒരു നൈറ്റ്. അങ്ങനെ എല്ലാവരും ചായ കുടിക്കുന്ന വെച്ചാൽ പോരേന്ന് ചോറും വെച്ചിട്ടാണ് നമ്മൾ ഈ വരുന്നുള്ളത്. എന്നിട്ടും ആക്രാന്തം തന്നെ. കാരണം എവിടെയെങ്കിലും പുറത്ത് പോരാന്ന്. അപ്പോൾ നെക്സ്റ്റ് ബ്ലോഗ് കാണാം. ബൈ.